നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM മുഖപത്രമായ ദേശാഭിമാനിക്ക് ആ പത്രത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് കഴിഞ്ഞ ദിവസം പിണഞ്ഞത്. അതായത് എല്ലാ ഞായറാഴ്ചയും ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഇറങ്ങുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, വാരാന്ത പതിപ്പ് ഇല്ലാതെയാണ് ദേശാഭിമാനി പത്രം പുറത്തിറങ്ങിയത്. എന്തുകൊണ്ട് വാരാന്ത പതിപ്പിലില്ല, എന്തായിരുന്നു ആ വാരാന്തി പതിപ്പിൽ ഉണ്ടായിരുന്നത് എന്ന് ആയി പിന്നീട് വാർത്ത. അതായിരുന്നു ഇന്നലത്തെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്ത. VS അനുസ്മരണമുള്ള ഒരു ലേഖനം ആ വാരാന്ത്യ പതിപ്പിൽ ഉണ്ടായിരുന്നു. അത് തിരസ്കരിച്ചുകൊണ്ടാണ്, അതായത് ദേശാഭിമാനി ആരുടെയോ നിർദ്ദേശപ്രകാരം VS അനുസ്മരണം തിരസ്കരിച്ചു എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത്. എന്നാൽ പിന്നീട് ദേശാഭിമാനി അടക്കം ഇത് ഔദ്യോഗികമായി വിശദീകരിച്ചു. അതായത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങാത്തത്. അല്ലാതെ ഈ പറയുന്നത് പോലെ VSനെ തിരസ്കരിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പിണറായി വിജയൻ പക്ഷമാണ് ദേശാഭിമാനി പത്രം കൈയടക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VSൻ്റെ അനുസ്മരണം പുറത്തിറങ്ങാതിരിക്കാനായി ചില നീക്കങ്ങൾ നടന്നു എന്ന ആരോപണങ്ങളൊക്കെ പത്രം ഔദ്യോഗികമായി തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ദേശാഭിമാനി പത്രത്തിനെതിരെ എന്തൊക്കെയോ വലിയ കളികൾ നടക്കുന്നു, വലിയ ദേശാഭിമാനി ആക്രമണത്തിന് ഇരയാകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ M സ്വരാജ് പ്രതികരിച്ചത്. എന്തായാലും വലിയൊരു അമളി പറ്റിയിരിക്കുന്നു. അത് ദേശാഭിമാനിക്ക് തന്നെയാണ്. VS അനുസ്മരണം ഉള്ളതുകൊണ്ടല്ല ആ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാത്തത് എന്നാണ് ഇപ്പോൾ ദേശാഭിമാനി അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതായത് അത് മറ്റൊന്നുമല്ല, VSൻ്റെ അനുസ്മരണം സ്വാഭാവികമായും അതിനകത്തുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ അനുസ്മരണം ഒരു ഓർമ്മക്കുറിപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടുകൂടി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇങ്ങനെ ഒരു ലേഖനമുള്ളതായി ദേശാഭിമാനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ്. പിന്നെന്തുകൊണ്ടാണ് ആ വാരാന്ത്യ പതിപ്പ് ഇറങ്ങാത്തത് എന്ന് ചോദിച്ചാൽ, ആ വാരാന്ത്യ പതിപ്പിൻ്റെ അവസാനം 1-ാം പേജിലാണ് ഈ VS അച്യുതാനന്ദൻ്റെ ഓർമ്മക്കുറിപ്പ് വരുന്നത്. ഏറ്റവും അവസാനത്തെ പേജിൽ കള്ളൻ വിജയൻ എന്ന പേരിൽ മറ്റൊരു ലേഖനവും അവിടെ ഉണ്ടായിരുന്നു. VSൻ്റെ അനുസ്മരണം ആദ്യ പേജിലും കള്ളൻ വിജയൻ എന്ന പേരിൽ അവസാന പേജിൽ ലേഖനവും വന്നതോടുകൂടി ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു. അതായത് VS അച്യുതാനന്ദനും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിലുള്ള ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെതിരെ എന്തെല്ലാം നീക്കങ്ങൾ നടത്തി എന്ന് നമ്മൾ തന്നെ കണ്ടതാണ്. പലപ്പോഴും VS അച്യുതാനന്ദനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. VS അച്യുതാനന്ദൻ തിരിച്ചും ഇങ്ങോട്ടും വിമർശിച്ചു. ലാവ്ലിൻ കേസിലൊക്കെ VS അച്യുതാനന്ദൻ പിണറായിയെ വാരി അലക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനോട് പിണറായി വിജയന് വലിയ പകയായിരുന്നു. ആ പക അദ്ദേഹത്തിൻ്റെ മരണം വരെയും തുടർന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ഏറ്റവും ഒടുവിലായി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന VS അച്യുതാനന്ദനെ വെട്ടിയത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ VS അച്യുതാനന്ദനെ മുൻനിർത്തി പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയായ ആളാണ് എന്ന് പലതരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളുമെല്ലാം അന്ന് വന്നിരുന്നതാണ്. എന്തായാലും VSും അതോടൊപ്പം പിണറായി വിജയനും തമ്മിലുള്ള ശത്രുത, അവർ തമ്മിൽ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുള്ള കൊമ്പുകോർക്കൽ, പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള അടിപിടി, പിണറായി ഗ്രൂപ്പും അതുപോലെ തന്നെ VS ഗ്രൂപ്പും ചേരി തിരിഞ്ഞ് പോരാടിയത്, ഇതെല്ലാം കേരളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ലേഖനം ഈ ഘട്ടത്തിൽ വരികയും തോറ്റു തുന്നമ്പാടിയിരിക്കുന്ന പിണറായി വിജയൻ്റെ പേരിൽ, അതായത് കള്ളൻ വിജയൻ എന്ന പേരിൽ മറ്റൊരു ലേഖനം വരികയും ചെയ്താൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പിണറായി വിജയൻ പക്ഷം അല്ലെങ്കിൽ പിണറായി കട്ടക്കലിപ്പിലാകാനുള്ള സാധ്യതയുണ്ട് എന്നും പിന്നീട് ചർച്ചയായി. പിണറായി വിജയൻ ഇതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. സത്യത്തിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയനെക്കുറിച്ചുള്ള ലേഖനമല്ല. കള്ളൻ വിജയൻ എന്ന വിളിപ്പേരുള്ള S വിജയകുമാർ എന്ന ഒരു നാടക കലാകാരനെ കുറിച്ചുള്ള ലേഖനമാണ്. ആ ലേഖനവും VSൻ്റെ അനുസ്മരണവും ഒരേ വാരാന്ത പതിപ്പിൽ വന്നതോടുകൂടിയാണ് പഴയ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പോര് എല്ലാവരും ഓർത്തെടുത്തത്. അതോടുകൂടി ദേശാഭിമാനിയിൽ കൂട്ടയടിയായി. പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും VSനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും തമ്മിൽ കൂട്ടയടിയായി. അതായത് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് പുറത്തിറങ്ങുന്ന ദിവസം അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് ഉള്ള ആ ഒരു വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ പിണറായി പക്ഷം നിലകൊണ്ടു. ഒരു കാരണവശാലും ഇങ്ങനെ രണ്ട് ലേഖനങ്ങളുള്ളപ്പോൾ ആ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങരുത് എന്ന് പിന്നീട് ദേശാഭിമാന പത്രം തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ
ആ തീരുമാനം വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചു. ഇത് VSന്റെ അനുസ്മരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വാരാന്ത്യ പതിപ്പ് വെട്ടിക്കളഞ്ഞത്. അച്ചടിച്ചു വച്ചിട്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിച്ചു വച്ചിട്ടും ഇതെല്ലാം ചവറ്റുകുട്ടയിൽ തള്ളിക്കൊണ്ട് വീണ്ടും ഈ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് അടുത്ത ദിവസത്തേക്ക് പുറത്തിറക്കാൻ ദേശാഭിമാനി പത്രം തന്നെ തീരുമാനിക്കുകയായിരുന്നു. കാരണം പിണറായി വിജയൻ അപമാനിക്കപ്പെടുമോ എന്ന ഭയം. പിണറായി വിജയനെ കുറിച്ചല്ല കള്ളൻ വിജയൻ എന്ന ലേഖനമെങ്കിൽ പോലും പിണറായി വിജയനെ അക്കാര്യത്തിൽ പോലും ഒരു തരത്തിലും നോവിക്കാൻ ദേശാഭിമാനി പത്രം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദേശാഭിമാനി പത്രത്തിൻ്റെ ആ വാരാന്ത്യ പതിപ്പിൽ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കള്ളൻ വിജയൻ എന്ന ലേഖനമില്ല. കള്ളൻ വിജയൻ എന്ന് വിളിപ്പേരുള്ള വിജയകുമാർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ദേശാഭിമാനി തൻ്റെ ഇൻ്റർവ്യൂ എടുത്തു എന്നുള്ളത് ശരിയാണ്, ഇന്ന് വരേണ്ടതാണ്, കഴിഞ്ഞ ദിവസം വരേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടാവില്ല, മറ്റൊരു ദിവസത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് മാനേജർ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നും വിജയകുമാർ പ്രതികരിച്ചു. എന്ന് പറഞ്ഞാൽ പറ്റിയത് വലിയൊരു അബദ്ധമാണ്. ഈ അബദ്ധം ദേശാഭിമാനിക്കുള്ളിൽ വലിയ കൂട്ടയടി ഉണ്ടാക്കുകയും ചെയ്തു. ദേശാഭിമാനിക്കുള്ളിൽ തന്നെയുള്ള VS പക്ഷമാണ്. VSന്റെ ലേഖനമുള്ളതുകൊണ്ടാണ് ഈ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാത്തത് എന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയും നൽകി. അങ്ങനെയാണ് വലിയ കോലാഹലം ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായത്. എന്തായാലും കള്ളൻ വിജയൻ എന്ന ലേഖനം ഒഴിവാക്കിക്കൊണ്ട് ദേശാഭിമാനി ഇന്ന് ഈ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതോടുകൂടി പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു എന്ന് പറയാം. പക്ഷേ ദേശാഭിമാനിക്ക് ഈ അടുത്ത കാലത്തായി തുടരെ അബദ്ധങ്ങൾ പറ്റുകയാണ്. അതായത് വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ദേശാഭിമാനി അച്ചുനിരത്തി ഒരു വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചു. ഈ വിദേശ നിക്ഷേപത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് 13,000 കോടിയുടെ വിദേശ നിക്ഷേപം എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വരുന്നതാണ് എന്നും അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാകുമെന്നും ഈ ഒരു വിദേശ നിക്ഷേപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിണറായി വിജയൻ എന്ന ബുദ്ധികേന്ദ്രമാണ് എന്നുമൊക്കെയാണ് അന്ന് ദേശാഭിമാനിയിൽ ലേഖനം വന്നത്. ആ ലേഖനം വന്ന ദിവസം ഈ വിദേശ നിക്ഷേപത്തിനെതിരെ, ഈ വിദേശ നിക്ഷേപത്തിന് പിന്നിൽ മുഖ്യമന്ത്രി VD സതീശനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സാക്ഷാൽ പിണറായി വിജയൻ നിയമസഭയിൽ കണ്ടമിടറി ഘോരഘോരം വിളിക്കുകയായിരുന്നു. പക്ഷേ ദേശാഭിമാനി ഇതിനോടകം തന്നെ അച്ചുനിരത്തി ഈ ക്രെഡിറ്റ് പിണറായി വിജയന് സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം VD സതീശൻ സംസ്ഥാനത്ത് അധികാരത്തിലേറിയതിന് ശേഷം ഈ MSC ഗ്രൂപ്പ് തീരുമാനമെടുത്തതാണ് എന്നൊരു മലയാളിയും വിശ്വസിക്കില്ല. അത് മാസങ്ങൾ നീളുന്ന പഠനം, മാസങ്ങൾ നീളുന്ന ചർച്ചകൾ, അതിനൊക്കെ ഒടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. തീർച്ചയായും കേരള സർക്കാരുമായിട്ടും അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് വ്യക്തം. അത് VD സതീശൻ വരുന്നത് സമയത്ത് മാത്രമല്ല, അതിനു മുമ്പും ചർച്ച നടന്നിട്ടുണ്ട്. പിണറായി വിജയന് ഈ വിദേശ നിക്ഷേപത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. പിണറായി വിജയന് മാത്രമല്ല, പാർട്ടിക്കും പാർട്ടി പത്രത്തിനുമെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ലേഖനമാണ് പുറത്തു വന്നത്. അതോടുകൂടി പ്രതിപക്ഷം ഗവൺമെന്റിനെ അടിക്കാനുള്ള വടിയുമായി നിന്ന പ്രതിപക്ഷത്തിന്റെ കാറ്റുപോയി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അങ്ങനെ ഏറ്റവും വലിയ VD സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഏറ്റവും വലിയ ഒരു ആരോപണം, ആ ആരോപണത്തിന്റെ കാറ്റൂരിവിട്ടത് ദേശാഭിമാനിയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു അബദ്ധം ഇങ്ങനെ വന്നിരിക്കുന്നത്. സമുന്നതനായ നേതാവാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്നത്തെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-ന് VS അച്യുതാനന്ദനോട് അറപ്പും വെറുപ്പും ഉണ്ടാകാം. പക്ഷേ കേരളത്തിൽ ജനകീയനായ ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ എഴുതുമ്പോൾ തീർച്ചയായും അത് പ്രസിദ്ധീകരിക്കേണ്ടത് ദേശാഭിമാനിയുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ എന്തുകൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു? ഞായറാഴ്ച ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പില്ലാതെ എങ്ങനെ പത്രം പുറത്തിറങ്ങി? ഈ വാർത്തകൾ പരന്നതോടുകൂടിയാണ് VSനെതിരെ ദേശാഭിമാനി നീക്കം നടത്തുന്നു എന്ന ഒരു ആരോപണം ഉയർന്നത്. പക്ഷേ ആ ആരോപണത്തിൽ കഴമ്പില്ല. ഇവിടെ ഇടപെട്ടിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ പക്ഷമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം കള്ളൻ വിജയൻ എന്നൊരു അവിടെ ആർട്ടിക്കിൾ അവിടെ രണ്ടാമതായി വന്നിരിക്കുന്നു. അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ ഇതിലേക്ക് പോകുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് അവിടെ ഈ ലേഖനത്തെ വെട്ടിയത്. പക്ഷേ VSന്റെ ലേഖനത്തെ വെട്ടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കള്ളൻ വിജയൻ്റെ ഈ ലേഖനം അത് വെട്ടി പിന്നീട് ഒരിക്കൽ കള്ളൻ വിജയനെ പ്രസിദ്ധീകരിക്കും എന്ന് ദേശാഭിമാനി അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഞായറാഴ്ച വന്നില്ലെങ്കിലും ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് തിങ്കളാഴ്ച വന്നിട്ടുണ്ട്, VS അനുസ്മരണത്തോടു കൂടി തന്നെ.